ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ഹോം ടൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കിടിലൻ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് എൻ്റെ കുഞ്ഞുമ്മാൻ്റെ മക്കൾ. ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഇവരുടെ വീടാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല ചുറ്റോട് ചുറ്റും എന്താ പറയുക, പച്ചപ്പ് പിടിച്ച ഒരു അതിൻ്റെ ഇടയിലൊരു വീട്. അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീട് ഓപ്പണിംഗ് ഡേ ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനൊരു ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഹാള് കേട്ടോ. നല്ല ഡീപ്പായിട്ട് എന്താ പറയുക, നല്ല വിശാലമായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിലൊരു പാർട്ടീഷൻ കൊടുക്കാത്ത കാരണം തന്നെ നല്ല വിശാലമായി തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിൽ കിടക്കണ പോലെ ഒരു ഫീലാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റ് സൈഡിലും 2 ബെഡ്റൂംസാണ് കേട്ടോ. അതും നല്ല വലിയ മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. പിന്നെ താഴെ തന്നെ 4 ബെഡ്റൂംസാണ് ഉള്ളത്. അതും നല്ല വലിപ്പത്തിലാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് പറയണത് ഈ റൂംസിനും അതുപോലെ തന്നെ ബെഡ്റൂം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതന്നെ ഓപ്പണായിട്ട് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഡോറുകളൊന്നും വെച്ച് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു വുഡിൻ്റെ തീമാണ് ഇൻറ്റീരിയൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കിച്ചൻ്റെ തൊട്ട് മുമ്പും ഒരു റൂം ഫ്രീ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതിന് ശേഷമാണ് കിച്ചൺ വരുന്നത്. കിച്ചണും നീറ്റ് ആൻഡ് കളർഫുള്ളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പറയുന്നത് 2nd ഫ്ലോറാണ് കേട്ടോ. ഇതിൻ്റെ ബാൽക്കണി തന്നെ നല്ല വിശാലമായി കൊടുത്തത് കൊണ്ട് തന്നെ നല്ല സ്പേസ് കൊടുത്ത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന്ന് വെളിയിൽ നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂവും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ബാൽക്കണിയിലോട്ട് എൻ്റർ ചെയ്യാൻ നമുക്ക് ബെഡ്റൂമിൽ നിന്നും എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഹാളിൽ നിന്ന് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ. നമ്മൾക്ക് വെളിയിലിറങ്ങി നോക്കുമ്പോഴും നല്ല പാടത്തിൻ്റെ പച്ചപ്പും എല്ലാം കാണാം. അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമായിരുന്നു. അതിന് ശേഷം വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ടെറസുകളിൽ നല്ല ഓപ്പൺ സ്പേസ് കൊടുത്തത് കാരണം തന്നെ നമുക്ക് ഇരിക്കാനും നല്ല വെളിച്ചം ഉള്ളിലോട്ട് വരുന്ന പോലെയാണ് കേട്ടോ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ ലുക്കാണ്. വീട്ടിലെ ഫ്രണ്ടിൽ ബാൽക്കണി പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ബാക്കിലും അതേപോലെ തന്നെ സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്രണ്ടാണ് എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. മോൾക്ക് മാമനെടുത്ത് കൊടുക്കുന്ന തിരക്കാണ് ഫോട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.